തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകി അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. നിർണായകമായ തെളിവെടുപ്പ് ഇന്ന് നടക്കും. കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. വിവരങ്ങളുമായി എ.കെ. സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, നമ്മളെയൊക്കെ നടുക്കിയ ഒരു കൊലപാതകം, ഇന്ന് തെളിവെടുപ്പ് എപ്പോഴാണ് നടക്കുക? ഈ അമ്മ ശ്രീധുവിന്റെ പങ്ക് കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട് അല്ലേ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിന് മാത്രമേ നേരിട്ട് പങ്കുള്ളൂ എന്നുള്ളതാണ് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീധുവിന്റെ പങ്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തെളിവ് ശേഖരണം അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ ശ്രീധുവിനെ ആവശ്യമെങ്കിൽ വീണ്ടും ഇനി ചോദ്യം ചെയ്യുകയും മറ്റ് നടപടികളിലേക്കുമൊക്കെ തന്നെ പോലീസ് കടക്കുക. ഇപ്പോൾ ഏതായാലും ഹരികുമാർ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ തെളിവെടുപ്പ്. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയായിരിക്കും പോലീസിന്റെ ഒരു നീക്കം. എങ്കിൽ തന്നെയും ഈ പ്രദേശത്തെല്ലാം വലിയൊരു വൈകാരികമായ വിഷയമാണ് ഈ 2.5 വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകം. അതുകൊണ്ട് തന്നെ ആ തെളിവെടുപ്പ് നടത്തുമ്പോൾ അതീവ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ഈ തെളിവെടുപ്പിന് പൂർത്തിയാക്കാൻ കഴിയുക എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമോ അല്ലെങ്കിൽ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 2.5 വയസ്സുകാരിയെ സംസ്കരിച്ച സ്ഥലത്താണ്. ആ കുടുംബ വീടിനോട് ചേർന്നുള്ള ഈ സ്ഥലത്താണ്, അവരുടെ സ്വന്തം സ്ഥലത്താണ് 2.5 വയസ്സുകാരിയെ അടക്കിയിരിക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്ത് ഈ മുത്തശ്ശിയുടെ സഹോദരന്റെ വീടുണ്ട്. അവിടെയാണ് മുത്തശ്ശി ഉള്ളത്. ഈ ശ്രീധുവിനെ മറ്റൊരു കേന്ദ്രത്തിലേക്ക്, വനിതകളെ പാർപ്പിക്കുന്ന സർക്കാരിന്റെ കേന്ദ്രത്തിലേക്ക്, പൂജപ്പുരയിലെ കേന്ദ്രത്തിലേക്ക് ആണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ തെളിവ് ശേഖരണമായിരിക്കും ഇനി പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ആ തെളിവ് ശേഖരിച്ചതിന് ശേഷമായിരിക്കും ശ്രീധുവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്കുണ്ടോ ഈ കൊലപാതകത്തിൽ നേരിട്ട് എന്നതിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുക. അങ്ങനെ ഉണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവിനെയും ഈ കേസിൽ പ്രതി ചേർത്ത് തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ജയലക്ഷ്മി, വിശദമായ ചോദ്യം ചെയ്യലിൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഈ ഒരു കൊലപാതകത്തിൽ വളരെ നടുക്കുന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്റ്റെഫിൻ, ശ്രീധുവിന്റെ ബന്ധം കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ അമ്മാവനിൽ നിന്നും ഇനിയും വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുള്ളൂ അല്ലെ? തീർച്ചയായിട്ടും സ്റ്റെഫിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിഷേധങ്ങൾക്കും വലിയ സാധ്യതയുണ്ട്. കാരണം നാട്ടുകാരുടെ വികാരം അത്രത്തോളം ഒരു ജനരോഷവും ഉണ്ടാകും ഇക്കാര്യത്തിൽ അല്ലേ? ജയലക്ഷ്മി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്നലെ 4 പേരെയും ചോദ്യം ചെയ്യുന്നു. മുത്തശ്ശിയും അതോടൊപ്പം അച്ഛനെയും അമ്മയും ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഹരികുമാറിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നും ഈ കൊലപാതകം നടത്തിയത് ഹരികുമാർ ആണ് എന്ന് ഹരികുമാർ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഈ സഹോദരിയുമായിട്ടുള്ള വഴക്കിൽ അല്ലെങ്കിൽ വിദ്വേഷത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ഹരികുമാർ പറഞ്ഞിരിക്കുന്നത്. ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ശ്രീധുവിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ചില സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ആ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടൊരു ചോദ്യം ചെയ്യലിന് സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഏതായാലും അവരെ വിട്ടിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ തരത്തിൽ നീങ്ങാനായിരിക്കും പോലീസിന്റെ ഇനിയുള്ള ശ്രമം. തെളിവ് ശേഖരണത്തിന് ശേഷം ഒരു പക്ഷേ ഈ അമ്മയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഏതായാലും ചില സംശയങ്ങൾ മാത്രമാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് നേരെ നിൽക്കുന്നത്. മുത്തശ്ശിയും അതോടൊപ്പം തന്നെ അച്ഛനെയും ഇന്നലെ വിശദമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടിരുന്നു. അവർക്ക് ഏതായാലും നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കില്ല എന്നൊരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഹരികുമാർ പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹരികുമാർ മാത്രമാണ് ഈ ക്രൂരമായ കൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഹരികുമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യലുമായി കൃത്യമായി ഒന്നും സഹകരിക്കുന്നില്ല എന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിരുന്നു. പലതരത്തിൽ പലപ്പോഴും മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നുണ്ട്.
അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ശ്രീധുവിനെ വിട്ടയച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇനി ഏറ്റവും പ്രധാനമായും ഈ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ വേണം. ഇന്നലെ ഫോറൻസിക്കിന്റെ അടക്കം പരിശോധന വീട്ടിൽ നടത്തിയിരുന്നു. അതൊക്കെ നിർണായകമാകുന്ന ഒരു തെളിവാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതൊരു ശാസ്ത്രീയമായ തെളിവാണ്. ആ തെളിവുകളൊക്കെ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ ഈ ശ്രീധുവിനെ നേരിട്ട് ഈ കൃത്യത്തിലേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് ശേഖരിക്കുന്നതിനായിരിക്കും പോലീസിന്റെ ഇനിയുള്ള ശ്രമം. ചില സംശയങ്ങൾ പോലീസിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് പങ്കുണ്ടെന്ന സംശയങ്ങൾ പോലീസിന് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനുവേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കും. വിശദമായി ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഒരു പക്ഷേ തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെളിവെടുപ്പിന് ഈ പ്രദേശത്തേക്ക് ഈ പ്രതി ഹരികുമാറിനെ കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു ഗ്രാമപ്രദേശമാണ്, സാധാരണക്കാരായ ആളുകളാണ്. ഇന്നലെയൊക്കെ നമ്മൾ ഈ വീട്ടിൽ സംസ്കാരത്തിനും അതോടൊപ്പം തന്നെ മറ്റ് ഈ പോലീസ് അവരെയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു 2.5 വയസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഈ ബന്ധുക്കളുമെല്ലാം അതീവ വൈകാരികതയോടെയാണ് ആ വിഷയം എടുക്കുന്നത്. ഇന്നലെ സംസ്കാര ചടങ്ങിനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളെയാണ്. നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ കുഞ്ഞിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ആ കണ്ണീരണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ സംസ്കാരത്തിൻ്റെ സമയത്തൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അതീവ വൈകാരികമായിട്ടായിരിക്കും നാട്ടുകാർ അതിനോട് പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആ ഒരു ചെറിയ സ്ഥലത്ത് വീട്ടിനകത്തൊക്കെ തന്നെ തെളിവെടുപ്പ് നടത്തി പോകണമെങ്കിൽ ഒരു വലിയ ദുഷ്കരമായ ദൗത്യമാണ്. അത് ഏത് രീതിയിൽ പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകും, കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ആ തരത്തിൽ തെളിവെടുപ്പ് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഏതായാലും ഇനി വരേണ്ടതുണ്ട്. ഒരു പക്ഷേ അങ്ങനെയല്ല എങ്കിൽ അറസ്റ്റ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ട് മുമ്പ് ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയും പോലീസിന് മുന്നിലുണ്ട്. ഏത് തരത്തിൽ അതിനോട് പോലീസ് പ്രതികരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും തെളിവെടുപ്പ് നിർണായകമാണ്. അത് ഇന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നു. തീർച്ചയായും സ്റ്റെഫിൻ, എന്തായാലും തെളിവെടുപ്പ് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും തെളിവെടുപ്പിന് കൂടുതൽ സുരക്ഷയും ഒരുക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ജനരോഷം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ നിഷ്ഠൂരമായി കൊലപാതകം ചെയ്തിരിക്കുന്നത്. എന്തായാലും ശ്രീധുവിന്റെ പങ്കിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.